മീനത്തിലെ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അയർകുന്നത്തേക്കാണ്. അയർകുന്നം ടൗണിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. അയർകുന്നം ടൗണിന് സമീപത്തായിട്ട് തന്നെ എന്ന് നമുക്കത് തറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ 8.5 സെന്റ് സ്ഥലത്തിനകത്ത് 1500 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുക. ഇവിടെ നമുക്ക് 65 ലക്ഷം രൂപ ചോദിക്കുന്ന വീട് നെഗോഷ്യബിൾ ആണ്. കാരണം സ്ഥലത്തിന് നല്ല മൂല്യമുള്ള നല്ലൊരു ഏരിയയാണ്. കാരണം ടൗണിനോടടുത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഏത് ടൗൺ ആണെങ്കിലും ടൗണിനോടടുത്ത് ആണെങ്കിൽ നല്ല വിലയാണ് സ്ഥലത്തിന്. അത് ഏത് ടൗണിലേക്ക് പോയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും ടൗണിനടുത്ത് തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും. സൂപ്പർ മാർക്കറ്റുകളാവട്ടെ, ബസ് സ്റ്റോപ്പ് ആവട്ടെ, 24 മണിക്കൂർ വാഹന ഗതാഗതമുള്ള റോഡുമായിട്ടൊരു 400 മീറ്റർ താഴെ ദൂരമാണ്. ഒരു 300 മീറ്റർ കൂട്ടിയാൽ മതി, അത്രയും ദൂരമേ ഉള്ളൂ. പള്ളിയാവട്ടെ, അമ്പലമാകട്ടെ, സൂപ്പർ മാർക്കറ്റുകളാവട്ടെ, എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്താണ്. അങ്ങനെയുള്ള ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇതാ നിങ്ങളുമായി ഞാൻ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇതിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇന്ന് അയർകുന്നം ടൗണിലേക്കാണ്. അയർകുന്നം ടൗണുമായിട്ട് അധികം ദൂരമില്ലാത്ത രീതിയിൽ നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ എല്ലാം NRIs ഒക്കെ പോലെ ഏറ്റവും നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു ഏറ്റവും ടോപ്പായിട്ടുള്ള വീടുകളുള്ള നല്ല റെസിഡൻഷ്യൽ മേഖലയിലേക്കാണ് നിങ്ങളെയുമായി കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ. ഇത് 8.5 സെൻറ്റ് സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8.5 സെൻറ്റ് സ്ഥലത്തിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്, 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ്. ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, 65 ലക്ഷം രൂപയാണ് ചോദിക്കുക. നല്ല തേക്കിൻ്റെ തടിയൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് പണിതെടുത്തിരിക്കുന്ന നല്ലൊരു വീട്. ഹൈവേയുമായിട്ട് അല്ലെങ്കിൽ 24 മണിക്കൂറും വാഹന സൗകര്യമുള്ള ഹൈവേയുമായിട്ട് ഏകദേശം ഒരു 300-400 മീറ്റർ ദൂരം മാത്രം. അവിടെ നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി ചുറ്റുവട്ടം എല്ലാം ഒന്ന് കണ്ടുപോവുകയാണ്. ചുറ്റുവട്ടത്തേക്ക് എല്ലാം ഒന്ന് പോയി നമ്മൾ ബാക്ക് സൈഡിലാണ് കിണർ കൊടുത്തിരിക്കുക. അപ്പോൾ കിണറെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകും. നമ്മൾ ബാക്കിലേക്ക് വന്നപ്പോൾ മുകളിലേക്ക് കയറുവാനായിട്ടുള്ളൊരു സ്റ്റെയർ കേസൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് ബാക്കിൽ ഒരു ചെറിയ ഒരു സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്. കിണർ വലിയ കിണറാണ്, എന്നാൽ ഒതുക്കി കെട്ടിയിരിക്കുന്ന വലിയൊരു കിണറാണ്. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡിലൊരു ചെറിയ സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. ഒന്ന് ഇറങ്ങിയിരുന്നൊരു തേങ്ങ പൊതിക്കാനോ അല്ലെങ്കിൽ ചക്ക വെട്ടാനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് അടുക്കളയിൽ സംബന്ധമായ എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന രീതിയിലുള്ള നല്ലൊരു സിറ്റ് ഔട്ടാണ് അവിടെ കണ്ടത്. വീണ്ടും നമ്മൾ ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ വന്നു. നല്ല വ്യൂ ആണിത്. നമുക്ക് വേണമെങ്കിൽ റൂഫ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ മോഡൽ ചെയ്തിരിക്കുക. അപ്പോൾ റൂഫൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ചിലവ് പിന്നെയും വർദ്ധിക്കുകയാണ്. നമുക്ക് ഒരു 2-3 വർഷത്തിന് ശേഷം റൂഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. തേക്കിൻ തടി ഉപയോഗിച്ചുകൊണ്ടുള്ള ജനൽപ്പാളികൾ, നല്ല ഒരു ലൈറ്റ്, ഫാൻസി ലൈറ്റുകൾ, അതുപോലെ തന്നെ LED ലൈറ്റുകൾ എല്ലാം നല്ല കമ്പനി സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലാണ് ഒരു ബെഡ്റൂം നമുക്കിവിടെ കാണാം. നല്ല വലിപ്പമുള്ളൊരു ഹോളാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, കാരണം ഇതിനോട് സമീപത്തായിട്ട് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു. പുറത്തുനിന്നൊക്കെ ഒരു വ്യക്തികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു സൗകര്യം എന്നുള്ള രീതിയിലാണ് ഇങ്ങനൊരു കോമൺ ടോയ്ലറ്റ് ഇവിടെ ചെയ്തിരിക്കുക. നല്ല തേക്കിൻ തടി കൊണ്ടുള്ള ഒരു ഇടക്കതകാണ് ഇത്. അതായത് ബെഡ്റൂമിൻ്റെ ഡോറാണ്. നല്ല ഫ്രണ്ട് ഡോറ് പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല ഡിസൈൻ വർക്കോട് കൂടിയുള്ള ഡോറാണ്. അത് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല ജനൽപ്പാളികൾ, അതുപോലെ തന്നെ നമ്മുടെ കാറ്റൊക്കെ നന്നായിട്ട് കയറി ഇറങ്ങാൻ പാകത്തിന് നല്ല വിൻഡോ സൗകര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ ഇനി കയറുന്ന ഡൈനിങ് ഹാളിലേക്കാണ്. അപ്പോൾ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് ഇവിടെ സമീപത്തായിട്ടാണ് ഒരു ബെഡ്റൂം എന്ന് നമ്മൾ കണ്ടു. വീടിൻ്റെ ഒരു മോഡലാണ് നമ്മൾ പറയുക. നല്ലൊരു പ്ലാനിങ്ങോടുകൂടി നല്ലൊരു ഐഡിയാപരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്.
ഇവിടെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ തടിയുടെ വർക്കുകൾ, ടൈൽ വർക്കുകൾ, സ്വിച്ചുകളുടെ വർക്ക് അല്ലെങ്കിൽ വയറിങ് വർക്കുകൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീട് എന്നുള്ളതാണ് തോന്നുക. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വർക്കാണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ഡോറാണ്. നല്ല ഡിസൈനോട് കൂടിയുള്ള ഫൈബറിൻ്റെ ഡോറാണ് ഇവിടെ വന്നിരിക്കുക. ബാത്റൂം ഫിറ്റിങ്സുകളാവട്ടെ, ഇലക്ട്രിക് വർക്കുകളാവട്ടെ, തടിയുടെ വർക്കുകളാവട്ടെ, അല്ലെങ്കിൽ കബോർഡ് വർക്കുകളാവട്ടെ, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം നല്ല കമ്പനി വയറിങ്ങുകളൊക്കെയാണ് ചെയ്തിരിക്കുക. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. എല്ലാ ടോയ്ലറ്റിൻ്റെയും ഡോറുകൾ ഒരേ ഡിസൈനുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ഡോറ് തന്നെയാണ്. ഈ വീടുമായിട്ട് അയർകുന്നം ടൗണിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എനിക്ക് തോന്നുന്നത് ഒരു 500 മീറ്റർ ദൂരം, 600 മീറ്റർ ദൂരം മാത്രമാണ്. RC പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 400 മീറ്റർ ദൂരമാണ്. അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 1 കിലോമീറ്റർ താഴെ ദൂരമാണ്. അയർകുന്നം എന്ന് പറയുന്നത് കോട്ടയം പാലാ റൂട്ടിൽ, അതായത് കഞ്ഞിക്കുഴിയിൽ നിന്ന് മണർകാട് പാലാ റോഡ്. നമുക്ക് പാലായിലൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും ബസ് കാണാം, കോട്ടയം ബോർഡ് വെച്ചിരിക്കുന്ന ബസ്. അതിൽ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന കിടങ്ങൂർ അയർകുന്നം മണർകാട് പള്ളി വഴി കോട്ടയം എന്ന്. പലപ്പോഴും കോട്ടയം പോകുന്ന നേരത്തെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ചെറുപ്പത്തിലൊക്കെ എനിക്കും പലപ്പോഴും തെറ്റിപ്പോയി ആ ബസ്സിലൊക്കെ കയറി കോട്ടയത്ത് നിന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിടങ്ങൂർ അയർകുന്നം മണർകാട് പള്ളി വഴി എന്ന് കാണുന്ന ആ അയർകുന്നം ടൗണിനോട് സമീപത്താണ് ഈ വീട്. ഏറ്റവും നല്ല സൗകര്യപ്രദമായ ഒരു ലൊക്കേഷൻ എന്നുള്ളതാണ്. കാരണം നല്ല ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വീട്, അതുപോലെ തന്നെ എന്നാൽ ഏറ്റവും വില്ല പോലെ തോന്നിക്കത്തക്ക രീതിയിലുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു വീട്. അങ്ങനെ ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന നല്ല വീടുകളുടെ പ്രൗഢികൾ ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ, അതിന് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ നല്ല ഒരു സ്റ്റാൻഡേർഡ് വീട്. ഇതിൻ്റെ ഈ വില്ലകളുടെ ഒരു എഡ്ജിലാണ് ഈ വീടിരിക്കുക എന്ന് പറയും. കാരണം ഏറ്റവും ലാസ്റ്റ് വരുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല പ്രൈവസിയും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നല്ല പ്രൈവസിയുള്ള നല്ലൊരു വീടിൻ്റെ കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുക. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റാണ് ഇവിടെ കണ്ടത്. പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല വിശാലമായൊരു കിച്ചണാണ് എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഏറ്റവും മനോഹാരിത വിളിച്ച് കൂട്ടുന്നത്. കാരണം ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അടുക്കള തന്നെയാണ്. ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതും അടുക്കള തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മുഴുവൻ പാകം ചെയ്യുന്നത് കിച്ചണിലാണ്. അതുകൊണ്ട് തന്നെ കിച്ചൺ എപ്പോഴും നല്ല മനോഹരമായിരിക്കണം, ഏറ്റവും നല്ല വൃത്തിയായിരിക്കണം, ഏറ്റവും നല്ല സ്പേഷ്യസ് ആയിരിക്കണം. അങ്ങനെയുള്ളൊരു നല്ലൊരു കിച്ചണിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ, ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. നമ്മൾ ഡെയിലി വീട് കാണാൻ വരുന്നില്ലേ എന്ന് ചോദിച്ച് നമ്മൾ ശല്യപ്പെടുത്താറില്ല. നിങ്ങൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിച്ച് ഒന്ന് വിളിക്കുന്നു. അതിനുശേഷം വീണ്ടും പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഓക്കെ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞ് എപ്പോൾ വിളിച്ചാലും ഒരു അരമണിക്കൂർ ഗ്യാപ്പ് തരണം എന്ന് മാത്രമേ നമ്മൾ ആവശ്യപ്പെടാറുള്ളൂ. അപ്പോൾ അങ്ങനെ എപ്പോൾ വിളിച്ചാലും നമ്മൾ വീണ്ടും വന്ന് പ്രോപ്പർട്ടി നേരിട്ട് കാണിക്കുവാനും തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം, ഏത് സമയത്തും പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ട്. രാവിലെയോ വൈകിട്ടോ പകലോ ഉച്ചയ്ക്കോ എപ്പോഴും ആയിക്കോട്ടെ. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.